എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഹെയർ കെയറിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഹെയർ കെയറിന് നിങ്ങൾ പ്രത്യേകം നിങ്ങളുടെ കയ്യിൽ മസ്റ്റായിട്ട് വേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഓയിലിംഗ് ചെയ്യാൻ നല്ലൊരു ഓയിൽ വേണം. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഭൂമികയുടെ വേദിക് ഹെർബൽ ഹെയർ ഓയിലാണ്. ഇത് തന്നെ യൂസ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല. നല്ല ഒരു നിങ്ങളുടെ വീട്ടിലുണ്ടാക്കിയാൽ ഏറ്റവും നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് വിശ്വസിച്ച് യൂസ് ചെയ്യാം. ഇത് ഞാൻ ഒരു യൂട്യൂബിൽ ഞാൻ തോന്നുന്നു കണ്ടത്, ഇവരുടെ ഒരു ആഡ് ഞാൻ തോന്നുന്നു കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇമ്പ്രസീവായി. ഞാനിത് വാങ്ങിച്ചു കേട്ടോ. ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. ഒരു ഡാൻഡ്രഫ് കൺട്രോൾ ചെയ്യും, ഹെയർ ഗ്രോത്ത് ഉണ്ട്, പിന്നെ പ്രിവെന്റ് ഹെയർ ഫാൾ എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പം ഞാനിത് ഇപ്പം വാങ്ങിച്ചിട്ടേ ഉള്ളൂ. ഞാൻ എന്തായാലും 1 മന്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ റിവ്യൂ ഇടാം കേട്ടോ. അപ്പോൾ ഇത് പക്ഷേ കുറച്ചൊരു കോസ്റ്റ്ലി ആണ്. 100% ആയുർവേദിക് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. 650 rupees ആണ് കേട്ടോ ഇതിന്. ഇതിൻ്റെ എത്ര ml വരുന്നുണ്ടെന്ന് ഞാൻ നോക്കട്ടെ. ഓക്കെ, അത് ഞാൻ പറയാം കേട്ടോ. നോക്കിയിട്ട് എത്ര ml ആണോ. അപ്പോൾ ഇതാണ്. ഇത് എനിക്ക് ഞാൻ എന്തായാലും 1 മന്ത് കഴിഞ്ഞിട്ട് റിവ്യൂ ഇടാം. അപ്പോൾ ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇമ്പ്രസീവായിട്ട് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഓയിൽ ഇത് വാങ്ങിച്ചത് കേട്ടോ. അപ്പോൾ ഈ ഓയിൽ മസ്റ്റായിട്ട് നല്ലൊരു, ഞാൻ പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഓയിലായാലും കുഴപ്പമില്ല. ഞാൻ മുന്നേ ഒക്കെ കുറേ ഓയിൽസിൻ്റെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ ഉണ്ടാക്കാനുള്ള ഒരു ടൈം ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ പുറത്തുനിന്ന് ഇത് വാങ്ങിച്ചേട്ടോ. ഇത് നല്ലതെന്ന് തോന്നുന്നു. നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് കേട്ടോ. എനിക്കിഷ്ടമായി. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഈ ഒരു എണ്ണയാണ് ചൂടാക്കാൻ വെച്ചിരിക്കുന്നത് കേട്ടോ. നിങ്ങൾ എപ്പോഴും ഈ ഒരു സാധനം ഭയങ്കര യൂസ്ഫുൾ എന്ന് വെച്ചാൽ ഭയങ്കര യൂസ്ഫുൾ ആണ്. ഹോട്ട് ഓയിൽ മസാജ് ചെയ്യാൻ ഇത് ട്രൂ ഹെയർ എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡിൻ്റെ ഇതാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഇതിൻ്റെ കൂടെ തന്നെ ഓയിലും ഉണ്ടാവും. ഈ ഒരു സാധനത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഇത് വാങ്ങിച്ചത് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ചൂടാക്കി, നമുക്ക് ഭയങ്കര മടിയായിരിക്കും ഹോട്ട് ഓയിൽ മസാജ് ചെയ്യുന്നത്. നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആണെന്ന് വെച്ചാൽ ഭയങ്കര യൂസ്ഫുൾ ആണ്. ഞാൻ എപ്പോഴും ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇതിൽ ഒഴിക്കുക, ഇതിൽ നിന്ന് തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് മസ്റ്റായിട്ട് നിങ്ങൾക്ക് എന്താ പറയുക, എന്തായാലും നിങ്ങൾ വാങ്ങിച്ചോ. ഭയങ്കര യൂസ്ഫുൾ ആണ്. ഞാനിപ്പോൾ ഏകദേശം 1 കൊല്ലത്തോളമായി, ഒരു കേടുമില്ല കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ചൂടാക്കി കഴിഞ്ഞാൽ, ചൂടാക്കുമ്പോൾ ലൈറ്റ് ഓൺ ചെയ്യാൻ പറ്റും. ഓൺ ചെയ്യുമ്പോൾ ഇപ്പോൾ ഹോസ്റ്റലേഴ്സിനും എല്ലാ കുട്ടികൾക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഹോസ്റ്റലിലൊക്കെ ആയിരുന്നപ്പോഴും ഈ എന്താ പറയുക, ചൂടാക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചൂടാക്കിയിരുന്നത്. മറ്റേ മെഴുകുതിരിയൊക്കെ കത്തിച്ചിട്ടാണ് ചൂടാക്കിയിട്ട് യൂസ് ചെയ്തിരുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് വേറെ പാത്രത്തിലാക്കേണ്ട ഈ ഒരു ഇതിൽ തന്നെ ആക്കിയിട്ട് എല്ലാം ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് വാങ്ങിച്ചോ ഈ ഒരു സംഭവം കേട്ടോ. അതിനുശേഷം ഞാൻ മെയിനായിട്ട് പറയാം, നിങ്ങളുടെ കയ്യിൽ വേണ്ടത് ഒരു വുഡൻ കോമ്പാണ്. എപ്പോഴും നല്ലത് വുഡൻ കോമ്പ് ആയിരിക്കും കേട്ടോ. നിങ്ങൾക്ക് കുറച്ചും കൂടി യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് എന്തായാലും മസ്റ്റായിട്ടും വാങ്ങിച്ച ഒരു വുഡൻ കോമ്പ് എപ്പോഴും നിങ്ങളുടെ വീട്ടിൽ ഒരെണ്ണുള്ളത് ഏറ്റവും ബെസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇത് നീമിൻ്റെ ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് എന്താ പറയുക, നമുക്ക് ഡാൻഡ്രഫും അതുപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പൊക്കെ നന്നായിട്ട് ആവാൻ നല്ലതാണ്. സ്കാൽപ്പൊക്കെ നന്നായിട്ടും ഇങ്ങനെ ഇരുമ്പുണ്ട്, നന്നായിട്ട് തട്ടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടാനൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ എല്ലാത്തിൻ്റെയും എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യട്ടോ. ഞാൻ മോസ്റ്റ്ലി എല്ലാം ആമസോണിൽ നിന്ന് തന്നെയാണ് പർച്ചേസ് ചെയ്തത് കേട്ടോ. അപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വുഡൻ കോംബോ മസ്റ്റായിട്ട് വേണം. പിന്നെ നമ്മൾ നല്ലൊരു ഷാംപൂ യൂസ് ചെയ്യാം. നല്ലൊരു കണ്ടീഷണറിൻ്റെ ഓപ്ഷൻ ഞാൻ പറയുകയാണെങ്കിൽ, എനിക്ക് ഈ ഒരു കണ്ടീഷണർ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കേട്ടോ. ഇതിപ്പോൾ എൻ്റെ ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു കണ്ടീഷണറാണ്. 850 rupees ഒക്കെ ഉണ്ട്. അത്യാവശ്യം കോസ്റ്റ് 960 എന്നാണ് എഴുതിയിരിക്കുന്നത്. അത്രയും റേറ്റ് ഉണ്ടാവും. ഞാൻ ഇതിൻ്റെ വേറെ ഒക്കെ വാങ്ങിച്ചു നോക്കി. പക്ഷേ എനിക്ക് വീണ്ടും ഇത് തന്നെയാണ്. ഇതിൻ്റെ ഒരു സ്മെല്ലായാലും കൺസിസ്റ്റൻസി ആയാലും നല്ല തിക്കാണ്. പിന്നെ ഭയങ്കര സോഫ്റ്റ് ആവും ഹെയർ. എപ്പോഴും നമ്മൾ കണ്ടീഷണർ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കാം. ഷാമ്പു യൂസ് ചെയ്യുക, ഷാമ്പു നല്ലൊരു ഷാമ്പു സെലക്ട് ചെയ്യാം. കണ്ടീഷണർ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് കണ്ടീഷണർ ആയാലും കുഴപ്പമില്ല, നല്ലത് നോക്കിയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഇതെനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു സംഭവമാണ്. പിന്നെ യൂസ് ചെയ്യേണ്ട ഒരു കാര്യം, എപ്പോഴും ഒരു സിറം യൂസ് ചെയ്യാം കേട്ടോ. ഈ ഒരു സിറം തന്നെ വേണമെന്നില്ല, ഏത് സിറം ആയാലും കുഴപ്പമില്ല. ഈ ഒരു സിറം നല്ലതാണ്. ലിവോണിൻ്റെ സിറം യൂസ് ചെയ്യുക. ഇത് നല്ലൊരു തിക്കായിട്ടൊരു കൺസിസ്റ്റൻസി ആണ് കേട്ടോ. നെക്സ്റ്റ് വന്നിട്ട് മെയിനായിട്ട് നമുക്ക് വേണ്ടത് ടവലാണ്. ഞാൻ ഈ ഒരു റാപ്പ് ടവൽ, ഇത് ഭയങ്കരമായിട്ട് ഇതായതാണ്. അപ്പോൾ ഈ ഒരു ടവൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഇത് എൻ്റെ ഹെയർ നല്ല ലെങ്ത് ഉള്ളതുകൊണ്ട് എനിക്ക് ഇത് പറ്റില്ല. അപ്പോൾ ഇത് ഞാനിപ്പോൾ മോൾക്ക് കൊടുത്തിരിക്കുകയാണ്. ഞാനിപ്പോൾ പുതിയതായിട്ട് വാങ്ങിച്ചതാണ്. അപ്പം ഞാൻ പുതിയതായിട്ട് വാങ്ങിച്ചൊരു ടവലാണ് ഇത് കേട്ടോ. ഇത് ഭയങ്കര സോഫ്റ്റ് ആണ്. ഇതുപോലത്തെയാണ് നമ്മൾ എപ്പോഴും നമ്മുടെ ഹെയർസിന് യൂസ് ചെയ്യേണ്ടത്. ഹെയർസിനായാലും നമ്മുടെ സ്കിന്നിനായാലും എപ്പോഴും സോഫ്റ്റ് ആയിട്ടുള്ളത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തത്.
അടിപൊളിയാണ് കേട്ടോ, നല്ല യൂസ്ഫുൾ ആണ്, നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടും ഹെയർ കെയറിന്. ഈ ഒരു ടവൽ നിങ്ങൾ മസ്റ്റായിട്ടും വാങ്ങിച്ചോ, കുറച്ച് കാശ് ചിലവായാലും കുഴപ്പമില്ല, നിങ്ങളുടെ ഹെയർ ഇമ്പോർട്ടൻ്റ് ആണ്, അപ്പോൾ ഹെയറിന് നല്ലതാണ്, അപ്പോൾ നിങ്ങളത് വാങ്ങിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു റൂട്ടീൻ പോലെ കൊണ്ടുപോവുക. അപ്പോൾ ആഴ്ചയിൽ ഒരു 3 days ഒക്കെ വാഷ് ചെയ്താൽ മതി കേട്ടോ. ഹെയർ ഓയിലിംഗ് ചെയ്യുക, ഹോട്ട് മസാജ് ചെയ്യുക, അതുപോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അത്രേ ഉള്ളൂ, സിമ്പിൾ ആയിട്ടുള്ള വീഡിയോ ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ നമുക്ക് ആമസോണിൽ 50 to 80% ഓഫ് ഉണ്ട്, അപ്പോൾ ഒന്ന് കയറി പർച്ചേസ് ചെയ്യാം കേട്ടോ. ബൈ.